ആദ്യമേ തന്നെ ഈ അവസരം എനിക്ക് ലഭിക്കുവാൻ കാരണമായ കോൺഗ്രസ് പാർട്ടിക്കും UDF നേതാക്കന്മാർക്കും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച തൃപ്പൂണിത്തുറയിലെ വോട്ടർമാർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സർ, 2026-27 വർഷത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികലമായ കാഴ്ചപ്പാടും നയങ്ങളും മൂലം ദുരിതത്തിലായ കേരളത്തെ രക്ഷപ്പെടുത്തി ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ ഈ ബഡ്ജറ്റിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഭാവി തലമുറയെ അഭിരുചികൾക്ക് അനുസൃതമായ കാഴ്ചപ്പാടോടെ ഉന്നതിയുടെ പുതുയുഗത്തിലേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയും കരുതൽ ആഗ്രഹിക്കുന്ന മുതിർന്ന തലമുറയും അധസ്ഥിത വിഭാഗങ്ങൾക്കും കൈത്താങ്ങ് നൽകുന്നതാണ് ഈ ബഡ്ജറ്റ്. മുൻ LDF സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞ് ഒരു ബഡ്ജറ്റ് അന്നത്തെ ധനമന്ത്രി അവതരിപ്പിച്ചിരുന്നു. എന്നാൽ വാർഷിക പദ്ധതിയിലേക്ക് നിശ്ചയിച്ചിരുന്ന 35,750 കോടി രൂപ പകുതിയിൽ കൂടുതലും ഊഹക്കണക്കുകളും അധിഷ്ഠിതമായിരുന്നു. ഈ സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിൽ നിന്ന് കേരളത്തിലെ സമൂഹത്തിന് വ്യക്തമായതാണ്. യഥാർത്ഥത്തിൽ നിന്നും വസ്തുതകളിൽ നിന്നും അകന്ന് വ്യാജ പ്രചാരണത്തിൽ കൂടിയും PR പ്രവർത്തനങ്ങൾ വഴിയും അധികാരം നിലനിർത്താവുന്ന വ്യാമോഹം കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു. സാർ, ജനാധിപത്യപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ സർക്കാരിന് സാമ്പത്തിക ഭദ്രതയും സുതാര്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. ജൂൺ 4 സഭയിൽ അവതരിപ്പിച്ച ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് വരവും ചെലവും ബാധ്യതയും കടബാധ്യതയും വ്യാപ്തിയും എന്നിവ വ്യക്തമായിട്ടുള്ളതാണ്. അതനുസരിച്ച് 2026 മാർച്ച് 31 ആകെ 87,012 കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ സർക്കാർ നൽകേണ്ടി വരുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യതയുമുണ്ട്. സർ, ബഡ്ജറ്റ് എന്നത് വെറും വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, അതൊരു നയ തീരുമാനമാണ്. പുതിയ സർക്കാരിന് ജനങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളാണ്. ഈ ബഡ്ജറ്റ് പുതുയുഗ കേരളത്തിന് നാന്ദി കുറിക്കുന്ന കൃത്യമായ വികസന കാഴ്ചപ്പാട് ഉണ്ട്. ജനങ്ങൾക്ക് മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത്. നിലവിലെ നികുതി സംവിധാനം കാര്യക്ഷമമാക്കുന്ന ശ്രമമാണ് പ്രധാനപ്പെട്ടവ. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടപടികളിലൂടെ വിവാദമായ പ്രവർത്തനം സംബന്ധിച്ച് CAG നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ബാധ്യതകൾ തിട്ടപ്പെടുത്താനും നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിനും വിദഗ്ധ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം ഉചിതമാണ്. സർ, ഇത് കേരളം കാത്തിരുന്ന മാറ്റത്തിൻ്റെ തുടക്കമാണ്. വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കാനും സമ്പത്തിൻ്റെ തുല്യമായ വിതരണം ഉറപ്പാക്കാനും നടത്തുന്ന ഉദ്യമങ്ങൾ സാമൂഹ്യനീതിക്കും വികസനത്തിനും ഉറപ്പാക്കും. 600 കിലോമീറ്റർ സമുദ്ര തീരമുള്ള കേരള സംസ്ഥാനത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ ചരക്ക് ഗതാഗതത്തിന് പുതിയ ദിശാബോധം നൽകുന്നതുമായ മിഷൻ സമുദ്ര ദീർഘവീക്ഷണമുള്ള പദ്ധതിയാണ്. സർ, സതേൺ എക്കണോമിക് കോറിഡോർ, ഏവിയേഷൻ ഹബ്ബ്, ഇൻവെസ്റ്റ് കേരളം, കേരള MSME ഗ്രോത്ത് സ്കീം, വൺ കേരള കരുതൽ മിഷൻ, സ്പേസ് ഇക്കണോമി, കേരള നോളജ് വാലി, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങി പ്രവാസി പങ്കാളിത്ത പദ്ധതികളും തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഭാവി വികസനം സാധ്യമാവുന്നതോടൊപ്പം യുവാക്കളെയും വിദ്യാർത്ഥികളെയും തൊഴിലില്ലായ്മയിൽ നിന്നും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഈ ബഡ്ജറ്റിലെ നടപടികൾ സാധ്യമാകുമെന്ന് ഉറപ്പാണ്. സർ, ജനറേഷൻ ഇൻഡെക്സ് അഥവാ ജെൻസിക്ക് വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഹബ്ബുകൾ, റിസർച്ച് സെൻ്ററുകൾ തുടങ്ങിയവയ്ക്ക് ഫണ്ട് അനുവദിക്കാൻ ഭാവി തലമുറയോടുള്ള ഈ സർക്കാരിൻ്റെ കരുതൽ ഉത്തമ ഉദാഹരണമാണ്. എറണാകുളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം പദ്ധതി എറണാകുളം ജില്ലയുടെ വിശേഷ സാംസ്കാരിക കേരളത്തിൻ്റെയും സിനിമാ മേഖലയ്ക്കും തിലകക്കുറിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൃപ്പൂണിത്തുറയെക്കുറിച്ച് ഒരു വാക്ക് പറയുകയാണ്. സർ, വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബ് മുതൽ എരൂർ വരെയുള്ള റോഡിൻ്റെ വികസനം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വളരെ ആശ്വാസകരമായിരിക്കുമെന്നതിനാൽ ആയത് പരിഗണിക്കാൻ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. സർ, SN ജംഗ്ഷൻ മുതൽ പൂത്തോട്ട വരെയുള്ള വൈക്കം റോഡ് 4 വരിയായി വികസിപ്പിക്കുന്നതിന് കൂടുതൽ പണം അനുവദിക്കാനും സ്ഥലമേറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊച്ചി നഗരത്തിൻ്റെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. സർ, 190 MLD പ്ലാന്റ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരുള്ള കാലത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അതിൻ്റെ ഒരു നടപടിയും ഉണ്ടായില്ല.
തീർച്ചയായും അത് മുഖ്യമന്ത്രി പരിഗണിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി സമാരംഭിക്കുന്നതിനുള്ള നടപടികൾ ഏറെ ശ്ലാഘനീയമാണ്. കൃഷി, മൃഗസംരക്ഷണം എന്നീ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികളും ജനകീയ പിന്തുണ ഉറപ്പാക്കുന്നതാണ്. വികസനവും കരുതലും എന്ന മുദ്രാവാക്യമുയർത്തി അതിവേഗം ബഹുദൂരം കേരളത്തെ നയിച്ച യശസ്വീനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ തുടക്കം കുറിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് ഈ സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള കരുതലിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സാർ. സംസ്ഥാനത്തെ പൊതുവികസനത്തിന് ഊന്നൽ നൽകുന്നതിനോടൊപ്പം കരുണയും കരുതലും കാത്തുസൂക്ഷിച്ച ബഡ്ജറ്റ് കൂടിയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാർ. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതി സമഗ്ര നവീകരണത്തിന് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രമേഹമുള്ള കുട്ടികളുടെ കുടുംബാംഗങ്ങളും ദീർഘകാലത്തെ ആവശ്യങ്ങളാണ് ഈ പരിഷ്കാരത്തിലൂടെ പരിഗണിക്കപ്പെടുന്നത്. ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കരുതൽ മിഷൻ, റബ്ബർ താങ്ങുവില ഉയർത്തൽ നടപടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വികസന ഫണ്ട് യഥാസമയം ലഭ്യമാക്കുന്ന പ്രഖ്യാപനം തുടങ്ങിയ സമഗ്ര വികസനത്തിൻ്റെ നേർദശകങ്ങളാണ്. ചരിത്രമുറങ്ങുന്ന കേരള നിയമസഭ സംസ്ഥാനത്തെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നയിക്കാനുള്ള ജനകീയ ശബ്ദം ഉയരുന്ന വേദി കൂടിയാണ് സർ. ഇവിടെ ഉയരുന്ന ശകലങ്ങൾ നാടിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കുന്നതാണ്. ജനക്ഷേമവും വികസനവും ലക്ഷ്യമാക്കി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ഈ UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ശക്തമായി ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഒരിക്കൽ കൂടി അവസരം എനിക്ക് ലഭിക്കുവാൻ കാരണമായ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.